ഈ ഒരൊറ്റ ക്ലിക്ക് മതി 3D റെഡി. അടിപൊളി ആപ്ലിക്കേഷനാണ്. ഫുള്ള് വീഡിയോ കാണുക, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ശംഷീറാണ് കൂടെ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിലൊരു ആഗ്രഹമാണ്, മിക്ക ആൾക്കാർക്കുള്ളൊരു ആഗ്രഹമാണ് എന്ത്, സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് വീട് എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. എങ്കിൽ ആ ഡിസൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഈ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട് നിങ്ങൾ മനസ്സിൽ കാണുന്ന അതേപോലെ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യാൻ പറ്റും. പ്ലാന്, എലിവേഷന്, സെക്ഷന്, 3D എല്ലാം ചെയ്യാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതായത് ഫ്രീ ആണ്. ഇതിൻ്റെ ഫുൾ വേർഷൻ പെയ്ഡാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഫ്രീ വേർഷനിൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണുക, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീടുകൾ വെക്കുന്നവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടുകൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളൊരു വീടുണ്ടാക്കുന്നത്, നമ്മൾ വീട് വെക്കുന്നത് നമ്മളെ ഇഷ്ടപ്രകാരമായിരിക്കണം, മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരമായിരിക്കരുത്. ഓരോ ഐഡിയകളുണ്ടാവും. ഇന്ന ഡൈനിങ് ഏരിയ ഇവിടെ വേണം, ബെഡ്റൂം ഇവിടെ വേണം, ബെഡ്റൂമിൽ ഇന്ന ഫർണിച്ചേഴ്സ് വേണമെന്നെല്ലാം. അപ്പോൾ ആ ഐഡിയകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇഷ്ടപ്രകാരം ടൈം എടുത്തിട്ട് എന്ത് ചെയ്യുക, മൊബൈലിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ചെയ്തിട്ട് ഇതിന് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. PDF ആയിട്ടോ JPG ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഔട്ട്പുട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻറ്റിനായിട്ടോ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അവർ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് എന്ത് ചെയ്യും, അത് ഫൈനലൈസ് ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫോർ പ്ലാൻ ക്രിയേറ്റർ എന്നുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോയിലാണ് വരിക. ഇതിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇമേജ് JPG ഫയലുകളോ അല്ലെങ്കിൽ PDF ഫയലുകളോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വരയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസാണ് അൺഡു, റീഡു, 3D അങ്ങനെ ഓപ്ഷൻസ്, അതായത് ടൂൾസുകൾ. റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻസാണ് എന്ത്, സ്ട്രക്ചർ, ഡോറ്, വിൻഡോ, ലിവിങ്, അതായത് ഓരോന്നുള്ള ഓപ്ഷൻസുകൾ, അതായത് ഓരോന്ന് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻസുകൾ. ഇനി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക, പ്രൊജക്ട്സ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റീരിയർ വാൾ തിക്നെസ് അല്ലേ, ചിലപ്പോൾ ഡിഫോൾട്ടായി 37 ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് 20 ആക്കുക. കാരണം നോർമലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെല്ലാം 20 തിക്നെസ്സാണ് വാൾ തിക്നെസ് കൊടുക്കാറ്. ദെൻ ഇൻറ്റീരിയർ വാൾ സ്നാപ്പ് ഡിസ്റ്റൻസ് എന്നുള്ളത് 12 മാറ്റി 20 കൊടുക്കുക. അതായത് 2 വാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇൻറ്റേർണലായിട്ടുള്ള വാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 എന്നുള്ളത് കൊടുക്കുക. അതും 20 ആണ് സാധാരണ നമ്മൾ കൊടുക്കാറ്. പ്രൊജക്റ്റ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നില്ല, കാരണം ഡെമോ ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ബാക്കിൽ വന്നിട്ട് എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ വരിക. ആദ്യം പ്രൊജക്റ്റ് ടൈറ്റിൽസ് പോയി സെറ്റിങ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് എന്നാണ് ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ അല്ല മീറ്ററാണ് വേണ്ടെങ്കിൽ യൂണിറ്റ് അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെൻറ്റിമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then ഓരോ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, then ബാക്കിൽ വന്ന് ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സ്ട്രക്ചർ എന്നാണ് ഓപ്ഷനാണ്. അതായത് വീടിൻ്റെ സ്ട്രക്ചറാണ് ആദ്യം വരച്ചെടുക്കേണ്ടത്. അപ്പോൾ സ്ട്രക്ചർ വരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്വയർ റൂം, L ഷേപ്പ് റൂം, U ഷേപ്പ്, T ഷേപ്പ്, ദെൻ വാൾ. ഈ ഒരു 5 ഓപ്ഷൻസാണ് ഫസ്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ വാൾ വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നേരത്തെ നമ്മൾ 20 കൊടുത്തതുകൊണ്ടാണ് ഇവിടെ 20 എന്നുള്ളത് ഇത് വന്നത്. ഇനി ഏത് ഒബ്ജക്റ്റാണോ ഇതിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിൽ വരും. സൈസ് വരും, വിഡ്ത്ത് വരും, ഹൈറ്റ് വരും. അത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 400 എന്നുള്ളത് 500 ആക്കി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി, കണ്ടോ, ഇനി വിഡ്ത്ത് കൂട്ടണമെങ്കിൽ അതുപോലെ അവിടെ കൊടുക്കുക. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് സെറ്റിങ്സാണ് ഈ വരുന്ന ബട്ടൺസിലുള്ളത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവും. ഓക്കെ, ദെൻ ഫസ്റ്റ് ഞാൻ ഒരു റൂം വരച്ചു. ഇനി എനിക്ക് ഇതിൻ്റെ ഒരു വാൾ ഡിലീറ്റ് ചെയ്യണം. വാൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡിലീറ്റ് ചെയ്യേണ്ട വാൾ സെലക്ട് ചെയ്യുക.
ദെൻ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ വാൾ ഡിലീറ്റായി. ഓക്കെ, ഇതാണ് ബേസിക് ഓപ്ഷൻസ്. ഇനി ഇതിലൊരു വാൾ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് സ്ക്വയർ എടുത്ത് വരച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കേസിലൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞ പോലെ വാൾ എന്നാണ് ഓപ്ഷൻ എടുക്കുക. ജസ്റ്റ് കൈ വെച്ചിട്ട് എന്ത് ചെയ്യുക, വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാളായി. ഓക്കെ, ഇനി ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ സ്ക്വയർ എടുത്തു. സ്ക്വയർ എടുത്ത് ഞാനിതിൻ്റെ സൈസ്, എനിക്ക് ഇങ്ങനെയും സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഐഡിയ വരും. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുക. ആ ഒരു റൂം വരച്ചു. ദെൻ അടുത്ത റൂം കൊണ്ടുവന്നു, അതിൻ്റെ പുറകെ തന്നെ വെച്ചു. നേരത്തെ 12 എന്നുള്ളത് 20 ആക്കിയില്ല, അതുകൊണ്ടാണ് ഇവിടെ 20 തിക്നെസ് വന്നത്, വാൾ തിക്നെസ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ 12 വരുമായിരുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ 400 എന്നുള്ളത് 300 ആക്കി. ഓക്കെ, ദെൻ അടുത്തൊരു സ്ക്വയർ എടുത്തു, വീണ്ടും അവിടെ പ്ലേസ് ചെയ്തു. ദെൻ വീണ്ടും ഒരു സ്ക്വയർ എടുത്ത് എന്ത് ചെയ്യണേ, ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തു. വീണ്ടും ഒരു സ്ക്വയർ എടുത്ത്, ഇതിൻ്റെ തിക്നെസ് എനിക്ക് വിടുത്ത് ഇത്ര വേണ്ട, വിടുത്ത് എനിക്ക് 200 മതി. അപ്പോൾ 200 വിടുത്ത് കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്ത് താഴേക്ക്. എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കണമെന്ന് മാത്രം. ഡയമെൻഷൻസ് എല്ലാം സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് ഡയമെൻഷൻസ് വരും. ഇനിയിപ്പോൾ ഇത് ഡ്രാഗ് ചെയ്ത് ഒരുമിച്ച് വെക്കുന്നെങ്കിൽ ഒരുമിച്ച് ഓൾറെഡി മാപ്പ് വരും. ഇനി എനിക്കിത് വേണ്ട, ഈ ഒരു ഇത് വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ട്, അതായത് ഇവിടെ ഒരു 200 സിറ്റ് ഔട്ട്, 180 സിറ്റ് ഔട്ട്, 180 ഇവിടുത്തെ സിറ്റ് ഔട്ട്. ദെൻ എന്ത് ചെയ്യുക, ഇതൊരു പാസേജ് പോലെ ഇവിടെ ലിവിങ്, ഇവിടെ ഡൈനിങ്, ഇവിടെ ബെഡ്റൂം, ഇവിടെ സ്റ്റെയർ, ഇവിടെ ഒരു ചെറിയ റൂം, ദെൻ ഇവിടെ ഒരു കാർ പോർച്ച്, ഇവിടെ കിച്ചണ്. ചെറിയൊരു പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ഈ വാൾ വേണ്ട. അപ്പോൾ ഈ ഇൻറ്റേർണൽ വാൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇവിടെയും വേണ്ട, സെലക്ട് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ 3D കാണുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രസ് മതി. ആയി വാ, ഇതാ കിടക്കുന്നത് 3D. ഓക്കെ, ബാക്കിലേക്ക് വരിക. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഈ പോർഷൻസിലൊന്നും ഇത് വേണ്ട. എന്ത് വേണ്ട, വാൾ എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, വാൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഈ വാൾ സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ദെൻ ഈ വാൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി അകത്തോട്ട് വരിക. ഇനി ഡോർ കൊടുക്കണം. ഇപ്പോൾ ഇത്രയും പോർഷൻസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി സ്റ്റെയറിനെ ഞാൻ പറഞ്ഞുതരാം. ഇനി എന്ത് ചെയ്യുക, ഡോർ വിൻഡോസിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, മെയിൻ ഡോർ ഞാൻ കൊടുക്കാൻ പോവാണ്. ഡോർ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എവിടെയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോറിൻ്റെ സൈസ് 180 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ആ ഡോറിൻ്റെ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഡോറിൻ്റെ ഹൈറ്റ്, എത്ര ഹൈറ്റ് കൊടുക്കണം, 200 ആണ് ഹൈറ്റ് കൊടുക്കുന്നത്, എത്രയാണ് വിഡ്ത്ത് വേണ്ടത്, 3D ക്ലോസ് 3D അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ക്ലോസ് 3D കൊടുത്തു കഴിഞ്ഞാൽ 3Dയിൽ ക്ലോസ് ആയിട്ടാണ് ഡോർ കാണുക. ഓക്കെ, സിമ്പിളാണ്, നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും സ്ട്രക്ചറിൽ വരികയാണ്, കാരണം എനിക്ക് ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്യണം. ഞാൻ വാൾ എടുത്തിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് കൈ വെച്ച് വാൾ വെച്ച് കൊടുത്താൽ ക്ലോസ് ആയി. എന്തെളുപ്പം അല്ലേ. ഇനി വീണ്ടും വന്ന് ഡോർ എടുത്ത് ഡോർ ഇവിടെ പ്ലേസ് ചെയ്തു. ഡോറിൻ്റെ സൈസ് 92 എന്ന് പറഞ്ഞ ഡോർ ഉണ്ടാവില്ല, 90 കൊടുക്കുക. ഓക്കെ, ദെൻ വീണ്ടും വിൻഡോ എടുത്ത് വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തു. സെൻറ്ററിലൊക്കെയാണ് പ്ലേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. അപ്പോൾ സ്നാപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിഫോൾട്ടായിട്ടുണ്ട്. ദെൻ അതിൻ്റെ വീഴ്ത്ത് ഞാൻ 300 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 ഉള്ളത് 150 ആക്കണമെങ്കിൽ 150 ആക്കി കൊടുത്താൽ അതിൻ്റെ ഹൈറ്റ് എന്തായി ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ കൊടുക്കുക, ബാക്കിലേക്ക് വരിക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്കൊരു എന്ത് ചെയ്യണം, അടുത്തത് ഇവിടെ ഒരു ഫോൾഡബിൾ ഡോറാണ് കൊടുക്കണമെങ്കിൽ ഫോൾഡബിൾ ഡോർ കൊടുക്കുക, ഡബിൾ ഫോൾഡിങ് ടൈപ്പ് ഡോർ. ദെൻ അതിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ സൈസ് മാറ്റി കൊടുക്കുക, 3 മീറ്റർ. എല്ലാം സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ചെയ്യാവുന്നതാണ്. ഇനി സ്ട്രക്ചറിൽ തന്നെ ഞാൻ വന്നു, കാരണം എനിക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് വരക്കണം.
ജസ്റ്റ് വാളെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, വാളെടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. then അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുത്താൽ മതി, 200. അതിങ്ങനെ വരച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. മറിച്ച് നിങ്ങൾ ബോക്സ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ആ ഇഷ്യൂ വരില്ല. ഈ പെന്ന് വെച്ച് വരയ്ക്കുമ്പോൾ ഓരോ ലൈനും ഓരോ ബ്ലോക്കായിട്ട് അവർ സെപ്പറേഷൻ ചെയ്യുന്നുണ്ട് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി. ഇങ്ങനെ ചെയ്യുക. ഇനി 3D കാണുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്ലിക്ക് ചെയ്താ 3D. ഡോറെല്ലാം ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ഫ്ലോറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഫ്ലോറിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുക. ബാക്കിലേക്ക് വരിക. ഈ വിൻഡോയിൽ നേരത്തെ 300 ഓക്കെയാണ്. വിടുത്ത് 300 വിടുത്ത് ഓക്കെ. സെറ്റിങ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ 150 കൊടുത്തത് അത് കവർ ചെയ്ത് പോകുന്നുണ്ട് ഓവർ ബിൽഡിങ്ങിനേക്കാളും. അപ്പോൾ അത് ബാക്ക് എടുത്ത് ഇന്ന് 3D നോക്കിയേ. ഇനി ഇതിനൊക്കെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ കളർ എന്ന ഓപ്ഷൻ വരും. അതേപോലെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത്, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഈ ബാക്കിലേക്ക് വരിക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഫർണിച്ചേഴ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് താഴെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, ആ ബെഡ്റൂമിന് ഇതിപ്പോൾ ടോയ്ലറ്റാണ് ബാത്റൂമാണ് സെലക്ട് ആയിട്ടുള്ളത്. ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം സെലക്ട് ചെയ്യുക. അത് ബെഡാണെങ്കിൽ ബെഡ് കൊണ്ടു നോക്കുക, റൊട്ടേറ്റ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട സൈസ് കൂട്ടുക കുറക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളിഷ്ടമുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. സൂം ചെയ്യുക. കുറച്ച് ടൈം എടുക്കും, കാരണം ഇതിങ്ങനത്തെ ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോഴേ കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഇതെന്നല്ല, ഓട്ടോകാഡ് ആയാലും ഏത് ആപ്ലിക്കേഷൻ ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലാണ് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബാത്റൂമിന് ഡോർ വെച്ചു, പക്ഷേ ബാത്റൂമിന് ഡോർ ഭയങ്കര സൈസായിപ്പോയി. നോർമലി 725 ഉണ്ടാവുക. ഇത് ഇങ്ങോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ. അങ്ങനെ ഓരോ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. കാരണം ഒരുപാട് ടൈം അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ 10-20 മിനിറ്റൊക്കെ വരും. അത്രയും സമയം വേസ്റ്റാവും. അല്ലെങ്കിൽ അത്രയും സമയം നിങ്ങൾ ആരും കണ്ടിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി, അത് ചെയ്യുന്ന രീതി പരിചയപ്പെടുത്തി. ഇനി അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരേ സെയിം ഐറ്റം തന്നെയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ കോപ്പി പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ സെയിം ഐറ്റം തന്നെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഡോറ്, വിൻഡോ, അങ്ങനെ കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊക്കെ സൈഡിൽ. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അൺഡു ചെയ്യുക, ഫോർവേഡ് ആകുന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് പറഞ്ഞുതരാം. ഞാൻ ഫുള്ളായിട്ട് വരച്ചിട്ടില്ല, ബാക്കി ഇനി ഏരിയയിലൊക്കെ വരയ്ക്കാനുണ്ട്. അതൊക്കെ ഞാൻ വരയ്ക്കും എന്തായാലും. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം അതിന് വേണ്ടി ചെയ്യണം. കാരണം ഒരുപാട് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ. ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ. ഇതിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാ ഡ്രാഫ്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3Dയും എല്ലാം നിങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിൽ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് എടുക്കുക. അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കിത് ലെവൽസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഒരു ഫ്ലോർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ കിട്ടി. ഓക്കെ. ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഇനി ഇതിലെന്ത് ചെയ്യുക, എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ എടുക്കുക. എക്സ്പോർട്ടിൽ എനിക്ക് ഈ പറഞ്ഞ എല്ലാ ഫോർമാറ്റിലും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. PNG, JPG, PDF ഏത് ഫോർമാറ്റ് വേണമെങ്കിലും. അപ്പോൾ അതിൽ PNG ആണെങ്കിൽ PNG സെലക്ട് ചെയ്യുക, ഡെമോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഈ ഒരു ഫയൽ നിങ്ങളെ സിസ്റ്റത്തിൽ സേവ് ആയിട്ടുണ്ടാവും.
ഓക്കെ, ഫയലിൻ്റെ നെയിമാണ് ചേഞ്ച് ചെയ്യുക, നെയിം ചേഞ്ച് ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടും കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഒരൊറ്റ ക്ലിക്കിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ 3D കിട്ടുന്നത്. ഒരൊറ്റ ക്ലിക്ക് മതി 3D കിട്ടാൻ. ഓക്കെ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മെയിനായിട്ട് പ്ലാൻ വരയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, കാരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീട് ഫുള്ളായിട്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടൂൾസുകളും കാര്യങ്ങളും മാത്രം പറഞ്ഞു തന്നത്. ഏറ്റവും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.